സാർ, ഇതാണ് അരുണിന്റെ വീട്. ഒരു ഒറ്റനില വീടായിരുന്നു അത്. ലല്ലുവും ശ്രാവണും ഒരു കോൺസ്റ്റബിളും കൂടെ അകത്തേക്ക് കയറി. ലല്ലു ചുറ്റും ഒന്ന് നോക്കി. എല്ലാം നല്ല രീതിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ശ്രാവൺ, സാർ, ഇവിടെ മൊത്തം കണ്ടിട്ട് ആരെങ്കിലും വന്നതായിട്ടോ പിടിവലി കൂടിയതായിട്ടോ ഒന്നും തന്നെ ലക്ഷണമില്ല. എന്തിനിവിടെ അരുൺ തന്നെ താമസിച്ചതായി പോലും തോന്നുന്നില്ല. ലല്ലു ചുറ്റും നോക്കി പറഞ്ഞു. അതുമാത്രമല്ല സാർ, ഇത് കണ്ടോ? അവൻ എങ്ങോട്ടോ പോകാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ഡ്രസ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഒരു ട്രാവൽ ബാഗ് അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. അത് മുഴുവൻ ഒന്ന് നോക്കിയേ. ശ്രാവൺ അത് നോക്കി. സാർ, ഇതിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ ഇവന് മയൂകയുടെ കൊലപാതകയുമായി ബന്ധമുണ്ട്. അല്ലാതെ ഒരു ഓഫീസ് സ്റ്റാഫായ അരുണിന്റെ കയ്യിൽ ഇത്രയും ക്യാഷ് ഒരുമിച്ച് വരില്ല. ലല്ലു വീണ്ടും തിരച്ചിൽ തുടർന്നു. ഇവന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് അറിയോ? തിരക്കി സാർ. ഇവന് ഓഫീസിൽ അങ്ങനെ ആരുമായി അധികം കമ്പനിയില്ല. ഓഫീസിൽ 2 മാസത്തെ മെഡിക്കൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു എന്നറിഞ്ഞു. ഇവിടെ മൊത്തം തിരച്ചിൽ കഴിഞ്ഞു. ലല്ലു ഹാളിലെ ചെയറിലിരുന്നു. സാർ, പറയടോ. ഈ അരുൺ മയൂകയെ കൊലപാതകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജന്റ് മാത്രമാകാം. ചിലപ്പോൾ പറഞ്ഞ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് ഇനി ഉണ്ടായ തർക്കം കാരണം അരുണിനെ കൊലപ്പെടുത്തിയതാണെങ്കിലോ? അങ്ങനെയും ആകാം. പക്ഷേ എങ്ങോട്ടോ പോകാനിറങ്ങിയ അരുൺ പിന്നെ എന്തിന് ഫുഡ് ഓർഡർ ചെയ്യണം? അരുൺ ധരിച്ചിരുന്ന ഡ്രസ്സ് കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങിയതുപോലെ തോന്നിയോ? അല്ല, അരുണിന്റെ ഫോൺ എവിടെ? ലല്ലുവിന്റെ ചോദ്യങ്ങൾ ശരിയായിരുന്നു. സാർ, ചിലപ്പോൾ പോകാനിറങ്ങിയിട്ട് ആരെയെങ്കിലും വെയിറ്റ് ചെയ്തു പോക്ക് ക്യാൻസൽ ചെയ്തതായി കൂടെ? മേ ബി, ആകാം. ഡ്രസ്സ് വീട്ടിൽ ധരിക്കുന്ന ഷോർട്സ് ടീഷർട്ട് ആയിരുന്നു. ഫോൺ കിട്ടി, പക്ഷേ അത് ഫുൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ഒന്നുകിൽ അവൻ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യത്തിൽ എടുത്തെറിഞ്ഞതാകും, അല്ലെങ്കിൽ അരുണിനെ കൊന്നവർ ആ ഫോൺ നശിപ്പിച്ചതാകും. ശ്രാവൺ അവന്റെ ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ കണ്ടെത്തിയ ഉത്തരങ്ങളാണ്. ആ ഫോൺ ആ കൊലപാതകയുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. ചിലപ്പോൾ അവർ അത് ചെയ്ത ക്രൈമിലേക്ക് നമ്മളെ വേഗം എത്തിക്കുന്ന എന്തോ ഒന്ന്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനുവേണ്ടിയാകണം അരുണിനെ അവർ കൊന്നത്. പക്ഷേ ഇതൊക്കെ നമ്മളുടെ തോന്നൽ, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്ന നിഗമനങ്ങളൊക്കെയാണ്. ശരിക്കുമുള്ള ഉത്തരങ്ങൾ ഇതൊന്നുമല്ല. ലല്ലു പറഞ്ഞു നിർത്തി. നമുക്ക് മുന്നിൽ ചോദ്യങ്ങൾ അനവധിയാണ്. എന്തിന് മയൂക എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തി? ആർക്കു വേണ്ടി? ആരൊക്കെയാണ് ഇതിനു പിന്നിൽ? എന്തിന്? അരുണിനെ എന്തിനു കൊന്നു? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ലല്ലു പറഞ്ഞു നിർത്തി. സാർ, പക്ഷെ എങ്ങനെ നമ്മൾ കൊലയാളിയിലേക്ക് എത്തും? ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല, ശ്രാവൺ പറഞ്ഞു. ശ്രാവൺ, എല്ലാ കൊലയ്ക്ക് പിന്നിലും ഒരു മോട്ടീവ് ഉണ്ടാകും. അതുപോലെ എല്ലാ കൊലയ്ക്ക് അവസാനവും ഒരു തെളിവ് അവർ അറിയാതെ ബാക്കിയാകും. താൻ എന്തായാലും മയൂകയുടെ ബോഡി കിട്ടിയ സ്ഥലം ഒന്നുകൂടെ ഒന്ന് നോക്ക്. ലല്ലു അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ശ്രാവണും. ലല്ലു വീട്ടിലെത്തിയപ്പോൾ തന്നെ അവന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. തന്റെ ഒഫീഷ്യൽ ഫോണല്ല എന്നവന് മനസ്സിലായി. അവൻ അതുകൊണ്ട് ഫോൺ ശ്രദ്ധിക്കാതെ ഫ്രഷ് ആകാൻ കയറി. 2 ഫോൺ ലല്ലുവിന്റെ കയ്യിലുണ്ട്. ഒന്ന് അവന്റെ ഒഫീഷ്യൽ ഫോണാണ്. ഏത് പാതിരാത്രി ആര് വിളിച്ചാലും കിട്ടും. പക്ഷേ അത് ഒഫീഷ്യൽ കാര്യത്തിനായിരിക്കണം. പിന്നെ ഒന്ന് പേഴ്സണൽ ഫോണാണ്. അത് കഴിഞ്ഞ 6-7 മാസമായി ലല്ലു അധികം ഉപയോഗിക്കാറില്ല. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. അത് വഴിയേ അറിയാം. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവന്റെ ശരീരത്തേക്കാൾ മനസ്സ് ചുട്ടുപൊള്ളിക്കൊണ്ടിരുന്നു. അവന്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം അവന്റെ കണ്ണുനീരും അലിഞ്ഞിറങ്ങി. ലല്ലു കുളിച്ചിറങ്ങിയപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ലല്ലു തല തുടച്ചുകൊണ്ട് പോയി ഫോൺ എടുത്തു. ഹലോ? ലല്ലു. മറുപുറത്ത് നിന്ന് പരിചിതമായ ഒരു സ്ത്രീശബ്ദം കേട്ടു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാം, ഒട്ടും മയമില്ലാതെ ദേഷ്യത്തിൽ പറഞ്ഞു. ലല്ലു, ഞാൻ നിന്റെ... ആരായാലും ശരി, എന്തെങ്കിലും പറയാനാണ് വിളിച്ചതെങ്കിൽ അത് പറയുക, ഫോൺ വയ്ക്കുക. കൂടുതൽ സംസാരത്തിന് എനിക്ക് സമയമില്ല. ലല്ലുവിന്റെ ദേഷ്യം അവന്റെ സ്വരത്തിൽ വ്യക്തമായി തന്നെ അറിയാം. ലല്ലു, നിനക്ക് സുഖമാണോ? ആ സ്ത്രീയുടെ ശബ്ദം ഇടറിപ്പോയി. എന്റെ സുഖവിവരം തിരക്കാനും ഞാൻ ഇന്നയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കാനും തൃച്ചംബകം തറവാട്ടിൽ നിന്ന് ആരും കഴിഞ്ഞ 6-7 മാസമായി വിളിച്ചിട്ടില്ല. ഇപ്പൊ വിളിച്ചത് എന്തിനാ എന്ന് എനിക്ക് നന്നായി അറിയാം. കടമകൾ മറക്കുന്നവനല്ല ത്രിലോക് സച്ചിദാനന്ദൻ. വരും ഞാൻ അന്ന് രാവിലെ. അത്രയും പറഞ്ഞ് ഫോൺ എടുത്ത് ബെഡിലേക്കിട്ടു. ഡ്രസ് ചേഞ്ച് ചെയ്തു വീട് പൂട്ടി പുറത്തേക്ക് പോയി. എന്താ കല്ലുമ്മ, എന്താ പെട്ടിയും കുട്ടിയുമായി രാത്രി ഒരു മതിൽച്ചാട്ടം? വീട്ടിലേക്ക് ബാഗും അവളുടെ പാവയും തൂക്കി വരുന്നത് കണ്ട് ആദി കളിയാക്കി. കല്ല് കൂർപ്പിച്ച് അവളെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് നന്ദനും വന്നത്. ആഹാ, പോലീസ് എത്തിയല്ലോ. അല്ല പോലീസേ, കഴിക്കാൻ എന്തെങ്കിലും? ആദി അവന്റെ അടുത്തേക്ക് പോയി. കുറച്ച് ഗോതമ്പുണ്ട ഉണ്ട്, എടുക്കട്ടെ? നന്ദൻ ചോദിച്ചു. നിന്റെ മറ്റവൾക്ക് കൊണ്ട് കൊടുക്കാൻ കുറച്ച് പൊതിഞ്ഞെടുക്ക്. നന്ദൻ അവളുടെ ചെവിക്ക് പിടിച്ചു. ആ നന്ദേട്ടാ, വിട് വിട്, വേദനിക്കുന്നു. ആദി കിടന്നു തുള്ളി. കൊടുക്ക് നന്ദേട്ടാ അവൾക്ക്, എന്നെ ഇപ്പോൾ കളിയാക്കിയേ ഉള്ളൂ, നന്ദനോട് കല്ല് പറഞ്ഞു.
ഡീ ദുഷ്ടേ, നിനക്ക് ഞാൻ തരാട്ടാ. കല്ലുവിനെ കണ്ടതും നന്ദൻ പിടിവിട്ടു. ആ, പെട്ടിയും പ്രമാണവും നിന്റെ കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ. ഡാഗിനി വന്നോ? നന്ദൻ കളിയാക്കി ചോദിച്ചു. കല്ലു ഒരു മങ്ങിയ ചിരി നൽകി. നന്ദ, നീ പോയി ഫ്രഷായി വാ, ചായ തരാം. കല്ലുമോളെ വാ, അമ്മ ചായ എടുത്തു തരാം, സുധ അടുക്കളയിൽ നിന്ന് വന്നു പറഞ്ഞു. അല്ല, ഇവിടെ എനിക്കൊരു വിലയില്ലേ? മോനെയും മരുമോളെയും വിളിച്ചു, ആദി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ദേ, ഇതുപോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിന്റെ പല്ലടിച്ച് താഴെയിടും, പറഞ്ഞേക്കാം. അവളുടെ മൂക്കിനിട്ട് ഒരു തട്ട് കൊടുത്ത് കല്ലു അടുക്കളയിലേക്ക് പോയി. സുധ ഒരു കള്ളച്ചിരിയോടെ അകത്തേക്ക് പോയ നന്ദനെ ഒന്ന് നോക്കി. ആ ചിരി അവൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചു, പക്ഷേ അവർ ഒന്ന് നിർത്തി. ഈ തറവാട്ടിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അന്നും നീ നിന്റെ ഭാര്യയും കൂടെ ചെയ്തു വെച്ചത് സച്ചി. കരുണൻ ദേഷ്യത്തിൽ തന്നെ മകനെയും മരുമകളെയും നോക്കി പറഞ്ഞു. അച്ഛാ, അന്ന് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴത്തെ അത്യാവശ്യത്തിന് സച്ചി തല ഉനിച്ചു. ഈ തറവാട്ടിൽ 4 തലമുറയ്ക്ക് പണിയെടുക്കാതെ ഇരുന്ന് തിന്നാനുള്ളത് കാരണവന്മാർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടും അത് മതിയാവാതെ 5 കോടി രൂപയുടെ ഒരു ഡീൽ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്തത്? കരുണന്റെ ചോദ്യത്തിനവർക്ക് ഉത്തരമില്ലായിരുന്നു. അച്ഛാ, പഴയതൊക്കെ ചികഞ്ഞു നിന്നാൽ കാര്യങ്ങൾ നടക്കില്ല, വിശ്വം പറഞ്ഞു. കുടുംബത്തിലെ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് അവൻ വരും, അത്രയും പറഞ്ഞു അദ്ദേഹം എണീറ്റുപോയി. പാരമ്പര്യമായും തറവാട്ടു മഹിമയിലും ആഠ്യത്വത്തിലും മുന്നിൽ നിൽക്കുന്ന കുടുംബം. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ, ദേവീ കടാക്ഷം നിറഞ്ഞ തറവാടാണ് തൃച്ചംബകം തറവാട്. അവിടുത്തെ കാർന്നോരാണ് കരുണൻ, ഭാര്യ അംബിക. ഇവർക്ക് 2 മക്കൾ. മൂത്തത് സച്ചിദാനന്ദൻ, ഭാര്യ ഹേമ. ഇവർക്ക് 2 മക്കൾ. ത്രിലോക് സച്ചിദാനന്ദൻ, നമ്മുടെ ലല്ലു. തരുണി സച്ചിദാനന്ദൻ, രുക്കു. രണ്ടാമത്തെ ആള് സംഗീത, ഭർത്താവ് വിശ്വൻ. 2 മക്കൾ. മാലിനി വിശ്വൻ, മാളു എന്ന് വിളിക്കും. മംഗല്യ വിശ്വൻ, മാലു. 2 പേരും പഠിക്കുന്നു. ഏട്ടൻ വന്നാൽ പഴയ പോലെ നമ്മളോട് മിണ്ടോ അച്ഛാ? അറിയില്ല മോളെ, അവൻ്റെ പ്രാണനും കുഞ്ഞുമാണ് അന്ന്. അയാളൊന്ന് നിർത്തി, പിന്നെ സച്ചിയെ നോക്കിയിട്ട് എണീറ്റ് പോയി. പാസ്റ്റ്. തൃച്ചംബകം തറവാട്ടിൽ ആളും ആരവവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. വെറുതെ അല്ല, ഇവിടെ ഇന്ന് കല്യാണമാണ്. ത്രിലോക് സച്ചിദാനന്ദൻ എന്ന എല്ലാവരുടെയും ലല്ലുവിൻ്റെ. ചേട്ടോ. ആ, എന്താടി? ലല്ലു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതുവരെ കല്യാണച്ചക്കൻ റെഡിയായില്ലേ? അവിടെ ചേട്ടത്തി എപ്പോഴേ റെഡിയായി. മാളുവും മാലുവും കൂടെ കയറി വന്നു. ഓ, ചേട്ടത്തിക്ക് പിന്നെ? ലല്ലു നിർത്തി. എന്തേ, ബാക്കി പറയുന്നില്ലേ ചേട്ടാ? രുക്കു ചിരിയോടെ ചോദിച്ചു. ഓ വേണ്ട, നീയൊക്കെ അവളിവിടെ മരുമകളായി വരും മുന്നേ അവളുടെ ആളുകളായി. നമുക്ക് ആരുമില്ലേ? ലല്ലു ആരോടൊന്നില്ലാതെ പറഞ്ഞു. 3ഉം പരസ്പരം നോക്കിയിട്ട് പോയി അവനെ ചുറ്റിപ്പിടിച്ചു. അതെ, ആര് വന്നാലും പോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചേട്ടൻ പോയിട്ടേ ഉള്ളൂ ബാക്കി ആരും. ഞങ്ങളുടെ സ്വന്തവാ. ലല്ലുവിൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു. ആ മതി മതി, മാറിയേ. ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വല്ല വഴിയുണ്ടോയെന്ന് ഒന്ന് പോയി നോക്കട്ടെ. അവരെ മാറ്റി നിർത്തി താഴേക്ക് പോകാൻ തുടങ്ങി. അതെ, അവിടെ മുഴുവൻ ആളുകളാണ് കേട്ടോ. എല്ലാവരെയും കണ്ടാൽ ചമ്മി നാണക്കേടാകും ACP സാറിന്, രുക്കു വിളിച്ചു പറഞ്ഞു. ലല്ലു അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ലല്ലു അവൻ്റെ പെണ്ണിനെ ഒരു നോക്ക് കാണാനായി അവളുടെ മുറിയിലെത്തി. ലല്ലു. അവനെ അവിടെ കണ്ടവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. നല്ല ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയും ആവശ്യത്തിന് ആഭരണവും മുല്ലപ്പൂവും ഒക്കെ ചൂടി അവളെ കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു. ലല്ലു. തന്നെ നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ അവൾ തട്ടി വിളിച്ചു. സുന്ദരിയായിട്ടുണ്ട് തനു. അവളെ മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു. അവളുടെ കവിളിണകൾ ചുവക്കുന്നത് അവൻ ഒരു ചെറുചിരിയോടെ കണ്ടു. അതെ, മുഹൂർത്തത്തിന് സമയമായി. അവരൊക്കെ ഇങ്ങോട്ട് വരും. ലല്ലു പൊയ്ക്കോ, അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. ലല്ലു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഐ ലവ് യു തായിക, അവളുടെ കാതോരം പറഞ്ഞു അവൻ ഇറങ്ങിപ്പോയി. അവളുടെ ചുണ്ടിൽ നാണത്തിൽ ചാലിച്ച പുഞ്ചിരി നിറഞ്ഞു. അതെ, ഞങ്ങൾ കണ്ടുട്ടോ. അപ്പോഴേക്കും 3 സംഘം അവിടെ എത്തി. തനു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇതാണ് നമ്മുടെ തായിക രവീന്ദ്രൻ. രവീന്ദ്രൻ്റെയും സുമിത്രയുടെയും ഒരേ ഒരു മകൾ. പഠിത്തം കഴിഞ്ഞു തൃച്ചംബകം എക്സ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിദാനന്ദൻ തനുവിനെ ലല്ലുവിന് വേണ്ടി ആലോചിക്കുന്നത്. ലല്ലു ACP ആയി ജോയിൻ ചെയ്ത് കുറച്ചുനാൾ ആയതേ ഉള്ളൂ. എങ്കിലും വീട്ടിലെല്ലാവർക്കും തനുവിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അവനും കല്യാണത്തിന് സമ്മതിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു പെണ്ണ് കാണലും എൻഗേജ്മെൻറ്റും ഒക്കെ. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിന് ശേഷമാണ് തനുവിനെ ലല്ലു അറിഞ്ഞു തുടങ്ങിയത്. അധികം സംസാരമൊന്നുമില്ലാത്ത ഒരു പാവം തൊട്ടാവാടി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷം 2 പേർക്കും പരസ്പരം അറിയാൻ സമയമുണ്ടായിരുന്നു. ലല്ലുവിൻ്റെ തിരക്കുകൾ, ഇഷ്ടങ്ങളൊക്കെ തനു പെട്ടെന്ന് മനസ്സിലാക്കി. അവളുടെ ഇഷ്ടങ്ങൾ അവനും മനസ്സിലാക്കി. ആ 1 വർഷം അവരുടെ പ്രണയകാലമെന്ന് പറയാം. അതെ, ഞങ്ങളുടെ ഏട്ടനെ സ്വപ്നം കണ്ടു നിന്ന മുഹൂർത്തത്തിന് അവിടെ ആളെ കാണില്ല കേട്ടോ. ത്രിമൂർത്തികളുടെ ശബ്ദമാണ് തനുവിനെ ഉണർത്തിയത്. അവളെ കൂട്ടി അവർ മണ്ഡപത്തിലേക്ക് നടന്നു.
വെള്ള കസവുമുണ്ടും ഷർട്ടും അണിഞ്ഞ് മുടിയൊക്കെ വെട്ടിയൊതുക്കി കുറ്റിത്താടിയും കയ്യിൽ ഇടിവളയും കൂട്ടുപുരികക്കൊടികൾക്കിടയിൽ ഒരു ചന്ദനക്കുറയും ആരെയും മയക്കുന്ന ഒരു നറുപുഞ്ചിരിയോടെ അവൻ അവന്റെ പെണ്ണിനായി കാത്തിരുന്നു. മുഹൂർത്തത്തിന് സമയമായെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ എല്ലാവരും പെണ്ണിനെ കാണാനായി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ ഭാഗത്തേക്ക് ലല്ലുവും നോക്കി. അവന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ പുഞ്ചിരി അവൾക്ക് വേണ്ടി കൂടുതൽ തിളങ്ങി. ചുവന്ന കാഞ്ചീപുരം പട്ടുസാരി, മിതമായ മേക്കപ്പ്, ആവശ്യത്തിന് ആഭരണം, മുല്ലപ്പൂ ഒക്കെ ചൂടി താലം കയ്യിൽ പിടിച്ച് ചെറു പുഞ്ചിരിയോടെ വരുന്നവളെ കണ്ടവന്റെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റുകൂടി. സദസ്സിലിരിക്കുന്നവരെ നോക്കി നമസ്കരിച്ചിട്ട് എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകിയവൾ അവന്റെ അടുത്തേക്കിരുന്നു. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും മനോഹരമായൊരു പുഞ്ചിരി നൽകി. തിരുമേനി പറഞ്ഞതനുസരിച്ച് അവൻ അവളുടെ കഴുത്തിൽ അവന്റെ പേര് കൊത്തിയ ആലിലത്താലി അണിയിച്ചു. അവന്റെ സിന്ദൂര വിരലിനാൽ അവളുടെ സീമന്തരേഖ ചുമന്നു. അവന്റെ പെണ്ണിന് അവൻ ആദ്യമായി ഒരു ചുംബനം ആ സീമന്തരേഖയിൽ നൽകി. അവൾ കണ്ണുകളടച്ച് സ്വീകരിച്ചു. പിന്നെ പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞ് തനുവിന്റെ അച്ഛൻ അവളുടെ കൈപിടിച്ച് ലല്ലുവിനെ ഏൽപ്പിച്ചു. ഒരിക്കലും ആ കൈ വിടില്ലെന്ന പോലെ അവൻ മുറുകെ പിടിച്ചു. തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അവളുടെ കാൽവിരലിൽ മിഞ്ചി അണിയിച്ചു. പിന്നെ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കലായിരുന്നു. ഒരു സെക്ഷൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ അവർ കഴിക്കാൻ പോയി. 4 കൂട്ടം സദ്യ ഉൾപ്പെടെ നല്ല ഗംഭീര സദ്യ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്ന ചടങ്ങായിരുന്നു. ആ സമയം അവൾ കരച്ചിലും ബഹളവും ഒന്നും ഉണ്ടാക്കിയില്ല. നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയുമാണ് അവൾ അവനോടൊപ്പം ഇറങ്ങിയത്. വൈകുന്നേരവും ആഡംബരപരമായ ഫംഗ്ഷൻ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. അതിൽ ബിസിനസ്സുകാരും കൂട്ടുകാരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആദ്യരാത്രിക്ക് വേണ്ടി തനുവിനെ റെഡിയാക്കി. സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ചു, മുല്ലപ്പൂവൊക്കെ ചൂടി, പാൽ ഗ്ലാസും കൊടുത്തു. ത്രിമൂർത്തികളാണ് നാത്തൂനെ ഏട്ടന്റെ മുറിയിലാക്കിയത്. ലല്ലു അവിടെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തനുവിനെ ആ വേഷത്തിൽ കണ്ടു ലല്ലു ചെറുചിരിയോടെ അവളുടെ ചുറ്റിലും ഒന്ന് നടന്നു. നാണം കൊണ്ടോ ചമ്മൽ കൊണ്ടോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. ആദ്യ രാത്രിയെക്കുറിച്ച് വാതോരാതെ പ്ലാനിങ് നടത്തിയതും പറഞ്ഞതുമൊക്കെ മറന്നോ? അവൻ ചിരിയോടെ ചോദിച്ചപ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവൻ അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങിച്ചു കുറച്ചു കുടിച്ചു. ബാക്കി അവൾക്ക് തന്നെ കൊടുത്തു. അവനെ നോക്കാതെ കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചു. അതേ, ഇങ്ങനെ താഴെ നോക്കിക്കൊണ്ട് നിന്നാൽ എങ്ങനെ ശരിയാകും തനു? നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുവാ. ലല്ലു പെട്ടെന്ന് ടെൻഷനായി അവളെ ചേർത്ത് പിടിച്ചു. തനു അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? അവന്റെ ടെൻഷനോടെയുള്ള മുഖം കണ്ടവൾ ചിരിച്ചു. അതല്ല ലല്ലു, എനിക്കെന്തോ ചമ്മലും നാണവുമൊക്കെ തോന്നാ. അവളുടെ മറുപടിയിൽ അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അതിനാണോടി മിണ്ടാപ്പൂച്ച എന്നെ പേടിപ്പിച്ചത്? നമുക്ക് ആദ്യ രാത്രി ആഘോഷിക്കാൻ ഇനിയും ഒരുപാട് രാത്രികൾ ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കൊച്ചു തൽക്കാലം പോയി കിടന്നോ. അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവനും അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. അതിലുണ്ടായിരുന്നു അവളുടെ ആഗ്രഹം. ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ എടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു. ചുണ്ടിലെ പുഞ്ചിരി മായാതെ അവന്റെ കണ്ണിൽ നോക്കി കിടക്കുവായിരുന്നു അവൾ. താൻ ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടെ ഒരു ഉറപ്പിനവൻ അവളോട് അനുവാദം ചോദിച്ചു. എൻ്റെ കണ്ണിൽ എന്തെങ്കിലും സമ്മതക്കുറവ് ലല്ലു കാണുന്നുണ്ടോ? നമ്മൾ അത്രയും ആഗ്രഹത്തോടെയും സ്വപ്നത്തോടെയും കാത്തിരുന്ന ദിവസമല്ലേ. എനിക്ക് ഈ രാത്രി എൻ്റെ ലല്ലുവിൻ്റെ മാത്രമാകണം. നിറഞ്ഞ ചിരിയോടെ പറയുന്നവളെ അവനൊന്ന് നോക്കി. അധികം വൈകാതെ തന്നെ അവർ അവരുടെ പുതിയൊരു യാത്ര തുടങ്ങുകയായിരുന്നു. പരസ്പരം മനസ്സും ശരീരവും സുഖവും നോവും പകർന്നു നൽകി കൊണ്ടൊരു യാത്ര. ആ യാത്രയുടെ അവസാനം അവൻ തളർന്നവളുടെ മാറിൽ തലചായ്ക്കുമ്പോൾ അവന്റെ നിറഞ്ഞ ചിരിയോടെ അവൾ ചേർത്തു പിടിച്ചു. ആ രാവ് വെളുക്കുവോളം പലകുറി പ്രണയവും കാമവും അവരിൽ പലകുറി വന്നുപോയി.